പ്രവർത്തനത്തിൽ പുതിയൊരു റെക്കോർഡ് സ്ഥാപിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഒരു മാസം 50-ലധികം കപ്പലുകൾ എത്തിച്ചേരുക എന്ന നേട്ടമാണ് തുറമുഖം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിനൊപ്പം 1,00,000-ലധികം TEU ചരക്ക് കൈകാര്യം ചെയ്യുക കൂടി ചെയ്തിരിക്കുകയാണ് വിഴിഞ്ഞം. മാർച്ച് മാസത്തിൽ 53 ചരക്ക് കപ്പലുകളാണ് തുറമുഖത്തിൽ എത്തിച്ചേർന്നത്. 1,12,562 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ തുറമുഖത്തിൽ അടുത്ത് തുടങ്ങിയ ജൂലൈ 11-ാം തീയതി മുതൽ 2025 മാർച്ച് വരെ 240 കപ്പലുകളാണ് തുറമുഖത്ത് എത്തിച്ചേർന്നത്. 4,92,188 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തത്. മാർച്ച് മാസത്തിൽ 53 ചരക്ക് കപ്പലുകളാണ് തുറമുഖത്ത് എത്തിച്ചേർന്നത്. 1,12,562 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തത്. കേന്ദ്രത്തിന്റെ തിരിച്ചടയ്ക്കേണ്ട തരത്തിലുള്ള വിഹിതമായ 817.80 കോടി രൂപ കൂടി വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് രീതിയിൽ സ്വീകരിക്കുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം അതിവേഗം മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ. തുറമുഖത്തിന്റെ 7,700 കോടി രൂപ ചെലവുള്ള ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 46,000 കോടി സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത്. പുലിമുട്ട് നിർമ്മിക്കാനുള്ള 1,350 കോടി രൂപ പൂർണ്ണമായും സർക്കാർ ഫണ്ടാണ്. പുറമെ ചരക്ക് നീക്കത്തിനും റെയിൽപാതയ്ക്കുമായി 1,482.92 കോടിയും സംസ്ഥാനം മുടക്കണം.